എന്നെ വളർത്തി വലുതാക്കിയ ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടോ അത് ഈ ഗ്രൗണ്ടിൽ നിന്നായിരുന്നു. എൻ്റെ ക്ലബിൻ്റെ പേര് സെൻറ്റ് മേരീസ് സ്പോർട്സ് ക്ലബ്ബ് എന്നാണ്. 2004 കേരളത്തിന് സന്തോഷ് ട്രോഫി സമ്മാനിച്ച നായകൻ ഈ കളിക്കളത്തിൻ്റെ സംഭാവനയാണ്. വെട്ടുകാട് സെൻറ്റ് മേരീസ് സ്പോർട്സ് ക്ലബ്ബിലൂടെ പന്ത് തട്ടിയ ഇഗ്നേഷ്യസ് സിൽവസ്റ്റർ. ഇതേ പ്രായത്തിൽ തന്നെയാണ് ഞാനും മണിക്കൂറുകളോളം അത് വെളുപ്പിന് 5 മണിക്കൊക്കെ ഗേറ്റ് ചാടി കടന്നു വന്ന് ഇവിടെ നിന്ന് കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു വലിയ നിലയ്ക്കെത്തിയത്. ഈ ക്ലബ്ബുകൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. പണ്ട് ക്ലബ്ബുകളുടെ പേരിലായിരുന്നു കളിക്കാർ അറിയപ്പെട്ടിരുന്നത്. തീരദേശത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സന്തോഷം ഈ മൈതാനത്താണ്. നേട്ടങ്ങൾ ഈ ക്ലബ്ബ് വഴിയാണ്. ബേസിക്കലി ഒരു ഫുട്ബോൾ ഗ്രാമമാണ്. തിരുവനന്തപുരത്തിൻ്റെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ വലിയ വലിയ ക്ലബ്ബുകൾ ടൈറ്റാനിയം പോലീസ്, SBT, KCB, AG's ഓഫീസ്, അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ക്ലബ്ബുകളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരോട് കിടപിടിക്കുന്ന തീരദേശത്തിലെ 2 ക്ലബ്ബുകളാണ് കോസ്റ്റൽ വലിയതുറയും സെൻറ്റ് മേരീസ് ട്രിവാൻഡ്രവും. 1920 ഈ സെൻറ്റ് മേരീസ് സ്പോർട്സ് ക്ലബ്ബ് എന്ന സ്പോർട്സ് സംഘടന രൂപീകൃതമായത്. നമ്മുടെ ഇടവക ജനങ്ങൾക്ക് സ്പോർട്സിലോട്ടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടും അതിൻ്റെ പ്രചോദനം നൽകുവാനുമാണ് ഈ സെൻറ്റ് മേരീസ് സ്പോർട്സ് ക്ലബ്ബ് എന്ന സംഘടന അന്നത്തെ ചെറുപ്പക്കാർ രൂപീകരിച്ചത്. ലഹരിക്കെതിരെ വേണ്ടത് കായിക ലഹരി. ഒരു അക്രമവാസന കൂടുതലാണ് ഈ ലഹരി എന്ന് പറയുന്നത്. കാരണം സഹോദരങ്ങളെയോ സഹോദരിമാരെയോ മാതാപിതാക്കളെയോ ഒന്നും അവർക്ക് തന്നെ അറിയില്ല അവർ ഉപയോഗിക്കുന്ന സമയം എന്നാ ചെയ്യുന്നതാണ്. പക്ഷേ സ്പോർട്സിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലഹരി എന്ന് പറയുന്ന ഒരു മഹാവിപത്തിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. സന്തോഷ് ട്രോഫി ക്യാപ്റ്റനായിരുന്ന സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ തലമുറയെ കാൽപന്തുകളി പരിശീലിപ്പിക്കുകയാണ്. കളിക്കളങ്ങൾ പരിപാലിക്കണം, ക്ലബ്ബുകൾ വളരണം, കുട്ടികൾ അതുപയോഗിക്കട്ടെ, കളിച്ചു വളരട്ടെ. സുജിത് MS-നൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.